श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയപ്പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ 1954 ഈ വിദ്യാലയം സ്ഥാപിതമായത്. മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്ന നമ്മുടെ വിദ്യാലയത്തിൽ 5 മുതൽ +2 വരെ നിലവിൽ 919 കുട്ടികൾ പഠിക്കുന്നു. മാനേജ്മെന്റ് SNDP ശാഖാ നമ്പർ 862, മാനേജർ അഡ്വക്കേറ്റ് സിന്ധു സുരേഷ്, പ്രിൻസിപ്പൽ ശ്രീമതി നിഷ പി രാജൻ, ഹെഡ്മാസ്റ്റർ ശ്രീ VC സന്തോഷ് കുമാർ, 42 അധ്യാപകർ, 5 അധ്യാപകേതര ജീവനക്കാർ എന്നിവരടങ്ങിയ സുസജ്ജമായ ഒരു ടീം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി വരുന്നു. PTA പ്രസിഡന്റ് ശ്രീ ജോയ് അവക്കാരൻ, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഷെറിൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ PTA കമ്മിറ്റിയുടെ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വിദ്യാലയത്തിലെ സേനാ വിഭാഗങ്ങളും അധ്യാപകരും കൂടി നവാഗതരെ പൂക്കൾ നൽകി സ്വാഗതം ചെയ്തു. ഒപ്പം മധുരവും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ മാറ്റ് ഇരട്ടിയായി. തീർത്തും ജനാധിപത്യ രീതിയിലുള്ള ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പ് ആവേശകരമായ മത്സരത്തിനൊടുവിൽ സ്കൂൾ ചെയർമാനായി മാസ്റ്റർ കാർത്തിക് ഉണ്ണികൃഷ്ണനെയും വൈസ് ചെയർമാനായി മാസ്റ്റർ അയാൻ അബൂബക്കർ നാസറിനെയും തിരഞ്ഞെടുത്തു. 2023 മാർച്ചിൽ 130 കുട്ടികൾ പരീക്ഷ എഴുതി. 100% വിജയം തുടർച്ചയായ 12 വർഷവും ലഭിച്ചു. 35 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡും മികച്ച വിദ്യാലയത്തിനുള്ള MLA അവാർഡും ലഭിച്ചു. പരീക്ഷ എഴുതിയവർ 118, വിജയിച്ചവർ 104, 15 ഫുൾ A+. ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠിക്കാൻ ഉതകുന്ന ഹൈടെക് ക്ലാസ് സംവിധാനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇവിടത്തെ വിശാലമായ വായനാശാലയിൽ 1300-ൽ പരം പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമുണ്ട്. കുട്ടികളെ സഹായിക്കാൻ ലൈബ്രറിയനുമുണ്ട്. നമ്മുടെ സ്കൂളിൽ ഓരോ സെക്ഷനിലും CCTV ക്യാമറകൾ കുട്ടികളെ നിരീക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്റർവെൽ സമയത്തും കുട്ടികളെ നിരീക്ഷിക്കാൻ അധ്യാപകർ ഒപ്പമുണ്ട്. സ്കൂൾ വിടുമ്പോൾ ബസ് സ്റ്റോപ്പിലും റോഡിലും സ്കൂൾ ബസിന്റെ അടുത്തും അധ്യാപകരുണ്ട്. കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ചേരാനല്ലൂർ, മലയാറ്റൂർ, നടുവട്ടം എന്നീ ഭാഗങ്ങളിലേക്ക് സ്കൂൾ ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷണങ്ങളും സയൻസ് മാജിക്കുകളും, ക്വിസ് മത്സരങ്ങൾ, പോസ്റ്റർ നിർമ്മാണ മത്സരങ്ങൾ, ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തൽ, ശാസ്ത്രമേളകൾ എന്നിവ സംഘടിപ്പിച്ചു. സബ് ജില്ലാതല ശാസ്ത്രമേളയിൽ ക്വിസിൽ കുമാരി ഡോണ ഡാനി 2ാം സ്ഥാനം കരസ്ഥമാക്കി. മാത്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തല മാത്സ് ക്വിസ്, പസിൽ, ഗെയിംസ്, ട്രഷർ ഹണ്ട്, കയ്യെഴുത്ത് മാസിക, ഗണിതശാസ്ത്രമേള എന്നിവ നടത്തി. സോഷ്യൽ സയൻസ് ക്ലബ് വിവിധ ദിനാചരണങ്ങൾ നടത്തി. സബ് ജില്ലാ തലത്തിൽ 43 പോയിന്റോടെ 6ാം സ്ഥാനം കരസ്ഥമാക്കി. വാർത്താ വായനാ മത്സരം, പ്രസംഗം എന്നീ മത്സരങ്ങളിൽ കുമാരി പാർവതി റീജ സുരേഷ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രവൃത്തി പരിചയമേളയിൽ ത്രെഡ് പാറ്റേൺ മത്സരത്തിൽ കുമാരി ഫാത്തിമ ഷമീർ 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കി. അങ്കമാലി സബ് ജില്ലാ അറ്റ്ലസ് മേക്കിംഗ് കോമ്പറ്റീഷനിൽ ശിവാനി ഷിജു ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി.
നാവികസേനയുടെ സഹായനിരയായി പ്രവർത്തിക്കുന്ന ഒന്നാണ് NCC. ഈ വർഷത്തെ യോഗാ ദിനം NCC ഡേ, ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി റാലി, മനുഷ്യച്ചങ്ങല, പോസ്റ്റർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ NCC കേഡറ്റുകൾ ആചരിച്ചു. ഈ വർഷത്തെ നാഷണൽ ക്യാമ്പിൽ 42 കുട്ടികൾ പങ്കെടുത്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് 1 ദശകം പിന്നിട്ടു കഴിഞ്ഞു. സാമൂഹ്യ വിപത്തായ ലഹരി ഉപയോഗത്തിനെതിരെ SPC കേഡറ്റുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, തീമാറ്റിക് പെർഫോമൻസ്, എയറോബ്ലിക്സ്, ഫ്ലാഷ് മോബ് എന്നിവ നടത്തി. 4 കുട്ടികൾ ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തു. SPC പരിശീലനത്തിനു പുറമെ കുട്ടികളിൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് SPC നോളജ് ഫെസ്റ്റ് എല്ലാ വർഷവും നടത്തിവരുന്നു. കൂടാതെ അവധിക്കാല നേച്ചർ ക്യാമ്പ്, ഫീൽഡ് ട്രിപ്പ് എന്നിവയിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂളിൽ NSS പ്രവർത്തിച്ചു വരുന്നു. കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പരിപാടിയിൽ NSS വോളണ്ടിയേഴ്സ് പങ്കെടുക്കുകയും ക്യാമ്പിന്റെ ഭാഗമായി മലയാറ്റൂർ നീലീശ്വരം 13ാം വാർഡ്, ഗാന്ധി ജയന്തി ദിനത്തിൽ നീലീശ്വരം ബസ് സ്റ്റോപ്പ് എന്നിവ ശുചീകരണം നടത്തി. വ്യാജ വാർത്തകൾക്കെതിരെ സത്യമേവ ജയതേ പരിപാടി, രക്തദാന ബോധവൽക്കരണ സന്ദേശ ശൃംഖല, പോസ്റ്റ് കാർഡ് ചലഞ്ച് എന്നിവയും സംഘടിപ്പിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. ബോബെ ജോബിന്റെ ഭാഗമായി സോപ്പ് പൊടി എന്നിവ കുട്ടികൾ തന്നെ നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചു. ദുരന്ത നിവാരണ പരിശീലനത്തിന്റെ ഭാഗമായി അങ്കമാലി ഫയർ സ്റ്റേഷനിൽ നിന്നും ഓഫീസേഴ്സ് വന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വിദ്യാലയത്തിനു സമീപത്തുള്ള ഓടകളും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒരാഴ്ചക്കാലം വിദ്യാലയത്തിന് മുൻപിലുള്ള ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. കൗമാര വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിവിധ മാനസിക സംഘർഷങ്ങളെ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യുന്ന ഈ ക്ലബ്ബ് മെന്റൽ ഹെൽത്ത് ക്ലാസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ക്ലാസ്, മക്കളെ അറിയാൻ പ്രോഗ്രാം തുടങ്ങിയവ എല്ലാ വർഷവും നടത്തിവരുന്നു. പാഠപുസ്തകം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കായിക പഠനം. വിവിധ മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. അങ്കമാലി ജില്ലാ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ജൂനിയർ ടീം 2ാം സ്ഥാനവും സബ് ജൂനിയർ ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് ജില്ലാ മത്സരത്തിന് അർഹത ലഭിച്ചു. ഉപജില്ലാ കായികമേളയിൽ സാഞ്ജിത് നായിക് 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ് എന്നിവയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി കിഡീസ് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആകുകയും ഹരിശങ്കർ CS ജൂനിയർ വിഭാഗത്തിൽ ഡിസ്കസ് ത്രോ മത്സരത്തിൽ 1ാം സ്ഥാനവും ജാവലിംഗ് ത്രോ, ഷോട്ട് പുട്ട് മത്സരങ്ങളിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ലക്ഷ്മി സുരേഷ് സീനിയർ വിഭാഗത്തിൽ 200 മീറ്റർ മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. നീലീശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അങ്കമാലി ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ സബ് ജൂനിയർ ഗേൾസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സബ് ജില്ലാ ഖോഖോ മത്സരത്തിൽ സീനിയർ വിഭാഗം പെൺകുട്ടികൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാ മത്സരത്തിൽ സീനിയർ ടീം 3ാം സ്ഥാനവും സബ് ജൂനിയർ ടീം 2ാം സ്ഥാനവും നേടി. കാലടി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന സീനിയർ ക്രിക്കറ്റ് മത്സരത്തിൽ തുടർച്ചയായി 5ാം തവണയും വിദ്യാലയം ജേതാക്കളായി. എറണാകുളം ജില്ലാ തായ്ക്കൊണ്ടോ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ കുമാരി ലക്ഷ്മി സുരേഷ്, കുമാരി അതുല്യ മണി എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അങ്കമാലി സബ് ജില്ലാ കരാട്ടെ കോമ്പറ്റീഷനിൽ ജോസഫ് ഷൈജു 1ാം സ്ഥാനം കരസ്ഥമാക്കി. റവന്യൂ ജില്ലാ മത്സരത്തിന് അർഹനായി. (2023-24) അധ്യയന വർഷത്തെ അങ്കമാലി ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ 56 പോയിന്റോടുകൂടി 13ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ 97 പോയിന്റോടുകൂടി 11ാം സ്ഥാനവും ലഭിച്ചു. സംസ്കൃതം UP വിഭാഗത്തിൽ 18 പോയിന്റോടുകൂടി 13ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ 20 പോയിന്റോടുകൂടി 8ാം സ്ഥാനവും കരസ്ഥമാക്കി. ആകെ പോയിന്റുകൾ 191. ഹയർ സെക്കൻഡറി വിഭാഗം 42 പോയിന്റുകൾ നേടി.
ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗം നാടൻ പാട്ടിനും ഗ്രൂപ്പ് സോങ്ങിനും എ ഗ്രേഡും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുമാരി പ്രിയങ്ക ഹരീഷ് ഹിന്ദി കഥാരചനയിൽ സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം മെയ് 5-ാം തീയതി വിവിധ പരിപാടികളോടെ കൊറ്റമം, മേക്കാലടി, കളമ്പാട്ടുപുരം, നീലീശ്വരം, മുണ്ടങ്ങാമറ്റം എന്നീ ജംഗ്ഷനുകളിൽ വച്ച് വിപുലമായി നടത്തി. പരിസ്ഥിതി ദിനം ശ്രീ പീതാംബരൻ നീലീശ്വരം വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ നീലീശ്വരം സാംസ്കാരിക പാദമുദ്രകൾ എന്ന പുസ്തകം ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു. കുട്ടികളിൽ വായന പരിപോഷിപ്പിക്കുന്നതിനും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വാരം ആഘോഷിച്ചു. നീലീശ്വരം ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി ബിനിലാലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഭാഷാ ക്ലബ്ബുകളുടെ വ്യത്യസ്ത പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന സന്ദേശവുമായി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഏകീകരിക്കുന്നതിനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ 76-ാം വാർഷികത്തിൽ പങ്കാളികളായി നമ്മുടെ വിദ്യാലയവും. ആർപ്പുവിളികളും ആരവവും ഓണപ്പാട്ടിന്റെ താളവുമായി ഒത്തുചേർന്ന ഒരു ഓണാഘോഷം. നാടൻ കളികളും വാശിയുണർത്തുന്ന വടംവലിയും ഓണത്തപ്പന വരവേൽപ്പും ഓണസദ്യയും. सरल भाषा संस्कृतं सरस भाषा संस्कृतं सरस सरल मनोज्ञ मंगल देव भाषा संस्कृतं मधुर भाषा संस्कृतं मृदुल भाषा संस्कृतं. नमस्कार दोस्तों, यह सुरीली वाणी है और मैं सुरीली वाणी आरजे पार्वती आपके साथ हूँ. सुरीली वाणी में आप सबका स्वागत है. दोस्तों, अब सितंबर महीने है. इस महीने में पूरे देश में धूमधाम से ഹിന്ദി ദിവസ് മനാ രഹേ ഹെ. ലഹരി വിമുക്ത സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി ലഹരിക്കെതിരെ ഞങ്ങളും എന്ന ആശയം മുൻനിർത്തി വിദ്യാലയത്തിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. SSLC +2 കുട്ടികൾക്ക് പരീക്ഷാ കേന്ദ്രീകൃത ബോധവൽക്കരണ ക്ലാസുകളും ടീംസ് ക്ലബ് അംഗങ്ങൾക്ക് കൗമാര വിദ്യാഭ്യാസ ക്ലാസുകളും നൽകി. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഓസോൺ എന്ന രക്ഷാകവചം. വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഒരു ഒത്തുചേരൽ. ഈ വർഷം +2 വിദ്യാർത്ഥികൾ മൂന്നാറിലേക്കും 10ാം ക്ലാസ്സിലെ കൂട്ടുകാർ മൈസൂർ, വയനാട് എന്നിവിടങ്ങളിലേക്കും യാത്ര പോയി. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും 3 അധ്യാപികമാരാണ് വിരമിക്കുന്നത്. ശ്രീമതി ഉഷ KS, ശ്രീമതി ബിന്ദു VS, ശ്രീമതി ബിൻസ B എന്നിവർക്ക് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. ഇനിയും സ്കൂളിന്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന വിശ്വാസത്തോടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ അറിവിനും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.